നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കുട്ടികളുടെ പഠനത്തിനും പരീക്ഷാ വിജയങ്ങൾക്കുമായിട്ട് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളെ പല വീഡിയോകളിലായിട്ട് മുൻപും ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഓരോ നക്ഷത്രക്കാരും അനുവർത്തിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും പ്രധാനപ്പെട്ട ഓരോ നക്ഷത്രക്കാരുടെയും സ്വഭാവ സവിശേഷതകളും അത് വിദ്യാർത്ഥികളുമായിട്ട് ബന്ധപ്പെടുത്തി അവരുടെ പഠന പുരോഗതിക്കും തൊഴിൽ വിജയത്തിനും പരീക്ഷാ വിജയത്തിനും ഒക്കെയായി ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. വിഷയം വളരെ പ്രയോജനകരമാണ് എന്ന് വിശ്വസിക്കുന്നു. വിദ്യാർത്ഥികളായിട്ടുള്ളവർ ഓരോ നക്ഷത്രക്കാരും ചെയ്യേണ്ട പരിഹാരങ്ങൾ ഇപ്പോൾ പൊതുവായി ചെയ്യേണ്ട കാര്യങ്ങളെയാണ് പറയുന്നത്. തുടർന്ന് നമുക്ക് ഓരോരോ നക്ഷത്രക്കാരുടെയും പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞു പോകാം. കുട്ടികളെക്കാൾ ഇന്ന് രക്ഷിതാക്കൾക്കാണ് ആധി. എത്ര പറഞ്ഞിട്ടും കുട്ടികൾ നന്നായി പഠിക്കുന്നില്ല, അലസത കാണിക്കുന്നു എന്നൊക്കെ നിരവധിയായിട്ടുള്ള രക്ഷിതാക്കൾ പറയാറുണ്ട്. ആലസ്യം, അശ്രദ്ധ എന്നിവയൊക്കെ മൂലം നന്നായി പഠിച്ചിട്ട് പോയിട്ട് പോലും വേണ്ട രീതിയിൽ ശോഭിക്കാൻ കഴിയാതാകുക, അത്തരത്തിൽ ഓർമ്മിച്ചെഴുതാൻ സാധിക്കാതെ വരിക, ഇങ്ങനെയുള്ള പഠന കാര്യത്തിൽ പ്രശ്നങ്ങൾ ധാരാളമാണ്. പല വിധത്തിലാണ് പ്രശ്നങ്ങൾ. ഓരോ മാതാപിതാക്കളുടെയും പ്രതീക്ഷയാണ് കുട്ടികൾ. അവരുടെ പ്രാർത്ഥന എന്റെ കുട്ടി നന്നായി വരണമേ എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് പല രക്ഷിതാക്കളും ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കുമ്പോൾ പോലും അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ആ കുട്ടിക്ക് പഠന കാര്യത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ അവരുടെ മനസ്സ് തകരുന്നതാണ്. എന്നാൽ പല രക്ഷിതാക്കളും കുട്ടികളുടെ ജാതകം ചെറുപ്പകാലത്ത് തന്നെ നോക്കുക എന്നുള്ളത് മറന്നു പോകുന്നുണ്ട്. കാളസർപ്പദോഷം, ബുധന്റെ മൗഢ്യം, അതേപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും ഉള്ള അവരുടെ ജാതകപ്രകാരമുള്ള ദോഷങ്ങളെ നേരത്തെ തന്നെ കണ്ടെത്തി അതിനുവേണ്ട പരിഹാരങ്ങൾ ചെയ്താൽ ഈ ദോഷങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് സാധിക്കുന്നതാണ്. എന്നാൽ പല ജാതകങ്ങളും ഞാൻ പരിശോധിക്കുമ്പോൾ വളരെ ഒരു പ്രായമായി തൊഴിലൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ജാതകം പരിശോധിക്കുന്നത്. ചെറുപ്പകാലത്തിൽ ചെയ്യുന്ന പരിഹാരങ്ങൾക്ക് വളരെ ഫലമുണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ജാതകം പരിശോധിക്കുക. കുട്ടികളുള്ള രക്ഷകർത്താക്കൾക്ക് പ്രയോജനകരമാകുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് 28 വീഡിയോകളായിട്ടാണ് ചെയ്യുന്നത്. വിവാഹ കാര്യത്തിലും വീട് വയ്ക്കുന്ന കാര്യത്തിലും ഒക്കെ നാം ചെയ്യുന്ന ശ്രദ്ധ കുട്ടികളുടെ കാര്യത്തിലും കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഓരോ കുട്ടിയുടെയും ജാതക പരിശോധന നടത്തി വേണ്ടത് ചെയ്തിരുന്നുവെങ്കിൽ ആ കുട്ടിയുടെ പരീക്ഷാ ഫലം വരുമ്പോൾ മനപ്രയാസത്തിന് വകയുണ്ടാകില്ല. ഒരു കുട്ടിയുടെ ജാതകത്തിൽ ഉള്ള ഫലങ്ങൾ അതേപോലെ കിട്ടുന്നതിന് വേണ്ടിയെങ്കിലും നമുക്ക് ജാതക പരിശോധന നടത്താം. സാക്ഷാൽ വാഗതീശ്വരിയായിട്ടുള്ള സരസ്വതി മാതാവിന്റെ കൃപാകടാക്ഷം ഓരോ കുട്ടിക്കും ഉണ്ടാകണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ശബ്ദവൈഖരി കുണ്ടലിനി ശക്തിയിൽ നിന്നുണർന്ന് പ്രജ്ഞയിലും നാവിലും ബുദ്ധിരൂപേണ വിളങ്ങുകയുള്ളൂ. സരസ്വതി പ്രീതിയില്ലാതെ ചിന്താപരവും ബുദ്ധിപരവുമായിട്ടുള്ള യാതൊന്നും വിജയിക്കാൻ സാധ്യതയില്ല. സരസ്വതി പ്രീതി വരുവാനായിട്ട് ജാതകത്തിൽ വിദ്യാകാരകനായിട്ടുള്ള ബുധന്റെ മൗഢ്യം, പാപസ്ഥിതി, പാപഗ്രഹയോഗം എന്നിവയുണ്ടോ എന്ന് പരിശോധിച്ച് അതിന് പരിഹാരം ഉണ്ടെങ്കിൽ കാണേണ്ടതാണ്. അതേപോലെ തന്നെ ശുക്രന്റെയും വ്യാഴത്തിന്റെയും ബലവും പ്രീതിയും പരിശോധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഗ്രഹനിലയിലെ 2, 3, 4 ഭാവങ്ങളൊക്കെ വളരെ വിശദമായി പഠനം ചെയ്യണം. 2ാം സ്ഥാനം കൊണ്ട് വാക്ക് അഥവാ വിദ്യയാണ്. 3ാം ഭാവം കൊണ്ട് പഠിക്കുന്നതിലെ താല്പര്യമാണ്. 4ാം ഭാവം കൊണ്ട് വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള മറ്റെല്ലാ വിഷയങ്ങളുമാണ് ചിന്തിക്കേണ്ടത്. ഇങ്ങനെയാണ് ശാസ്ത്രം അനുശാസിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2, 3, 4 പാദങ്ങൾ 5ാം ഭാവത്തോടൊപ്പം ചിന്തിച്ച് വ്യാഴത്തിന്റെ ബലവും എല്ലാം പരിശോധിച്ച് ബുധന്റെ മൗഢ്യവും തുടങ്ങിയ ബലങ്ങളും എല്ലാം പരിശോധിച്ച് കുട്ടിയുടെ ജാതക ചിന്ത നടത്തി ആ കുട്ടിക്ക് വേണ്ട പരിഹാരങ്ങൾ ചെയ്യുക. അതുകൂടാതെ ഓരോ നക്ഷത്ര ജാതരും അതാത് നക്ഷത്രത്തിന്റെ സ്വഭാവം അനുസരിച്ച് അത് അറിഞ്ഞുകൊണ്ട് വേണ്ട പരിഹാരങ്ങളെ കൂടി ചെയ്യേണ്ടതാണ്. അവരവരുടെ രാശ്യാധിപൻ, ഭാഗ്യദേവത എന്നിവരെയൊക്കെ തൃപ്തിപ്പെടുത്തുന്നതും അവരവരുടെ ഉപാസനാമൂർത്തിയെയും കുടുംബപരദേവതകളെയും വണങ്ങുകയും ഒക്കെ ചെയ്താൽ വിജയത്തിന് നിഷ്പ്രയാസം സാധിക്കുന്നതാണ്. കൂടാതെ വിദ്യാവിജയത്തിനായി വിശേഷമായി പൂജാവിധാനങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്. അതൊക്കെ ചെയ്യുന്നതും ഗുണം ചെയ്യുന്നതാണ്. കൂടാതെ അവരവരുടെ ഭാഗ്യദേവതയുടെ ക്ഷേത്ര ദർശനം, വ്രതാനുഷ്ഠാനങ്ങൾ, മന്ത്രജപം, യന്ത്രധാരണം, ഔഷധ സേവ, പുണ്യതീർത്ഥ സ്നാനം
ഇവയൊക്കെ ഏറെ ഗുണം ചെയ്യുന്നതാണ്. കുട്ടികളുടെ പഠന വൈകല്യങ്ങൾ, സ്വഭാവ ദൂഷ്യങ്ങൾ ഇവയൊക്കെ പഠനത്തെ പ്രതികൂലമായി ബാധിക്കാം. നന്നായി പഠിച്ചിട്ടും പരീക്ഷയിൽ തിളങ്ങാതിരിക്കുക, പരീക്ഷാ പേടി, ദുശാഠ്യങ്ങൾ ഇവയൊക്കെ ഒഴിവാക്കാനായിട്ട് ഓരോ നക്ഷത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും അവരവരുടെ നക്ഷത്രത്തിനനുസരിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് അതിനനുസരിച്ചുള്ള പരിഹാരങ്ങളും ചെയ്യേണ്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസങ്ങളിൽ ഓരോ നക്ഷത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.